ഈ രാഹുൽ ഗാന്ധിയുടെ ഓരോ വിദേശ സന്ദർശനവും വളരെ നിഗൂഢതകൾ നിറഞ്ഞതാണ്. ഇപ്പോൾ വിയറ്റ്നാം സന്ദർശനം നടത്തുന്നു. അതിലും അതീവ ഗുരുതരമായിട്ടുള്ള വളരെ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണോ ഒരു പ്രതിപക്ഷ നേതാവ് പോകുന്നത്? അങ്ങക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് തന്നെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഔപചാരികത ഒരു ചോദിച്ചായിരിക്കും തോന്നുന്നു. അല്ലെങ്കിൽ അങ്ങേപ്പോലുള്ള ഒരാൾ ഭാരതത്തിൻ്റെ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളിന് ഇതിലൊരു സംശയത്തിനും കാര്യമില്ല. രാജ്യവിരുദ്ധത എന്നുള്ളത് രണ്ടാമത് വരാം. അതിനു മുമ്പായിട്ട് തീരെ കുറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ അമേരിക്കൻ സന്ദർശനങ്ങളുടെയും യൂറോപ്പ് സന്ദർശനങ്ങളുടെയും ഇപ്പം വിയറ്റ്നാമിൽ പോയിരിക്കുന്നതും സാമ്പത്തികമായ ഇടപെടലുകൾക്ക് വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ കൃത്യമായ സന്ദേശമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വ്യക്തിക്കോ പ്രസ്ഥാനത്തിനു വേണ്ടി? സ്വാഭാവികമായും വ്യക്തിക്ക്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാം. മറ്റ് യാത്രകളുണ്ടല്ലോ, ഇപ്പം മറ്റ് ചില യാത്രകളൊക്കെ ഉണ്ട്. അതിന് നമ്മുടെ ബംഗ്ലാദേശിലെ പത്രക്കാരൻ പറഞ്ഞ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കുടുംബമുണ്ടെന്നും കുട്ടികളുണ്ടെന്നും ഭാര്യയുണ്ടെന്നും അതെ അതിൻ്റെയൊക്കെ പേരിൽ പോകുന്നതാണെന്ന് പറയുന്നു. കോൺഗ്രസ്സുകാരും അതാ പറയുന്നത്, സ്വകാര്യ കാര്യങ്ങൾക്ക് വേണ്ടി പോയി എന്ന്. ആ സ്വകാര്യതയെ നമ്മൾ മാനിക്കുന്നുണ്ട്. അങ്ങനെ പോകാം. അതെല്ലാ വ്യക്തികൾക്കും ആവശ്യമുള്ള ബയോളജിക്കൽ നീഡ്സിന് വേണ്ടി രാഹുൽ പുറത്തു പോകുന്നുണ്ടെങ്കിൽ ആർക്കും അതിന് കുറ്റം പറയാനില്ല. കുറ്റം പറയാനില്ലാത്തൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ മറച്ചു വെക്കേണ്ട ആവശ്യവുമില്ല. SPGയുടെ പ്രൊട്ടക്ഷനുള്ള ഭാരത സർക്കാർ അങ്ങും ഞാനും കൊടുക്കുന്ന നികുതിയിൽ നിന്ന് പണം എടുത്തു കൊടുത്ത് സുരക്ഷ ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു വ്യക്തി ഇവിടുത്തെ ലോകസഭയിലെ നേതാവാണ്, പ്രതിപക്ഷ നേതാവാണ്. എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, പോയതിൻ്റെ കാര്യം എന്താണ്, അതിൻ്റെ ഗുണമെന്താണെന്നുള്ള വിവരം അറിയുന്നതിനുള്ള സ്വാതന്ത്ര്യം, അവകാശം ഭാരതത്തിലെ ജനങ്ങൾക്കുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. അത് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ കാര്യം, ഈ വിയറ്റ്നാമിലേക്കുള്ള യാത്ര എന്ന് തൊട്ടാണ് കൂടുതലായതെന്ന് നോക്കുക. 2024 ജൂൺ 4 ഇലക്ഷൻ്റെ റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നു. രാഷ്ട്രീയം എന്ന കച്ചവടം രാഹുൽ ഗാന്ധിക്ക് നഷ്ടമായി. അധികാരം പിടിക്കാൻ സാധ്യതയില്ലെന്ന് ഉറപ്പായപ്പോഴത്തേക്ക് പുതിയ മേഖലയിലേക്ക് ബിസിനസ് മാറ്റുക ചെയ്തത്. ആദ്യത്തെ ചെയ്തപോലെ നഷ്ടമൊന്നുമില്ല. അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റും ജോർജ് സോറോസും ഇവിടുത്തെ അധോലോക സംഘങ്ങളൊക്കെ വേണ്ടത്രയും പണവും കാര്യങ്ങളും കൊടുത്ത് അവരുടെ സഹായത്തിലാണ് തിരഞ്ഞെടുപ്പെടുത്തിയത്. നഷ്ടമൊന്നുമില്ല. പിന്നെ നേരെ മറിച്ച് ജൂൺ 4 റിസൾട്ട് വന്നു. പൊട്ടിപ്പാളിഷായി. വീണ്ടും സാധ്യതയില്ല, ഇനിയൊരു അംഗത്തിലുള്ള ബാല്യമില്ലെന്ന് കൃത്യമായി രാഹുലിനും അറിയാം, കോൺഗ്രസ്സുകാർക്കും അറിയാം. ഉടനെ തന്നെ അടുത്ത ജൂലൈ മാസത്തിൽ പോയി. പുറത്തു പോയല്ല, ഭാരതത്തിലെ വിയറ്റ്നാമിലെ അംബാസഡറെ പോയി കണ്ടു. ജൂലൈ മാസത്തിൽ. തൊട്ടടുത്ത് തന്നെ അടുത്ത മാസം തന്നെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, കോൺഗ്രസ് പ്രസിഡന്റ് ഖഡ്ഗെ, കോൺഗ്രസിൻ്റെ വേറൊരു പ്രമുഖനായ നേതാവ്, പാകിസ്ഥാൻ ബന്ധമുള്ള ആ ഗൗരവ് ഗഗോയി എന്ന് പറയുന്ന ആസാംകാരൻ, ഇവരെ 4 പേരും കൂടെ ഭാരതം സന്ദർശിച്ച വിയറ്റ്നാം പ്രധാനമന്ത്രിയെ പോയി കണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? 2 മാസങ്ങൾക്ക് ശേഷം വീണ്ടും രാഹുൽ ഗാന്ധി പോയിട്ട് അംബാസഡറെ കാണുന്നു. ഡിസംബർ മാസത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് മരിച്ചു. ഭാരതം മൊത്തം ദുഃഖത്തിലാണ്, ആ സമയത്ത് കോൺഗ്രസ്സുകാർ പ്രത്യേകിച്ചു. അപ്പൊ ഇദ്ദേഹം ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞ് ആണെന്ന കോൺഗ്രസ്സുകാർ, നമുക്കറിയില്ല, വിയറ്റ്നാമിൽ പോയി. അല്ല, മൻമോഹൻ സിംഗിനെ അവഹേളിച്ചിട്ടുള്ള സംഭവങ്ങൾ വേറെയും അതുണ്ട്. അതൊക്കെ ഈ വിഷയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ജനുവരിയിലും പോയി, മാർച്ച് പിന്നെയും അടുത്തതായി പോയി കഴിഞ്ഞിരിക്കുന്നു. അതെപ്പോഴാണെന്ന് ആലോചിക്കണം. 3 അസംബ്ലി തെരഞ്ഞെടുപ്പ് പൊട്ടിപ്പാളിഷായി കഴിഞ്ഞിട്ട് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോണു. എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ മുസ്ലിം വർഗീയ പക്ഷത്തെ വഖഫുമായി ബന്ധപ്പെട്ടൊരു സമരത്തിലേക്ക് അവരെ പിടിച്ചിറക്കി തള്ളിവിട്ടിരിക്കുക, ഞങ്ങൾ പിന്തുണച്ചേക്കാമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആ വഖഫിൻ്റെ
ഭേദഗതി ബില്ല് ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള പാർലമെന്റ് സമ്മേളനം ഭാരതത്തിൽ നടക്കുമ്പോഴത്തേക്ക് രാഹുൽ മുങ്ങി വിയറ്റ്നാമിലേക്ക് വീണ്ടും. എന്താണ് ഇങ്ങനെ ഇലക്ഷൻ തോറ്റ ശേഷം എല്ലാ മാസവും 2 മാസം മാത്രമേ വിട്ടുള്ളൂ, 2 മാസം മാത്രം പോയിട്ടില്ല. എല്ലാ മാസവും തുടർച്ചയായിട്ട് വിയറ്റ്നാമിലേക്ക് പോകാനുള്ള കാരണം എന്താ? അവിടെയാണ് നമ്മൾ അടുത്തൊരു വിഷയത്തിലേക്ക് കടക്കുന്നത്. ഇത്തവണ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അദ്ദേഹം അവിടെ ഫുൾ ബ്രൈറ്റ് യൂണിവേഴ്സിറ്റി എന്നൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഫുൾ ബ്രൈറ്റ് യൂണിവേഴ്സിറ്റി എന്നതിൻ്റെ പേര്. ആ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രോഗ്രാമിൽ ഇദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അത് വിയറ്റ്നാമിന് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റാണ്. അതിൽ പങ്കെടുക്കുന്നതിന് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ്റെ ആളുകളുണ്ട്, JP മോർഗൻ്റെ ആളുകളുണ്ട്, ബോയിങ്ങിൻ്റെ ആളുകളുണ്ട്, അമേരിക്കയിലെ പ്രധാനപ്പെട്ട ബിസിനസ്സുകാരെല്ലാം അവിടെ വരുന്നുണ്ട്. 2. അടുത്ത വിഷയം, അതിൻ്റെ ഈ യൂണിവേഴ്സിറ്റിയുടെ യഥാർത്ഥ ഉടമസ്ഥര് അല്ലെങ്കിൽ അതിൻ്റെ പിന്നുള്ളതെന്ന് പറയുന്നത് ജോർജ് സോറോസിൻ്റെ ആ ഓപ്പൺ ഫൗണ്ടേഷനാണ്, OCCRP. അപ്പോൾ ജോർജ് സോറോസ് സ്പോൺസർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി എന്തിന് രാഹുൽ പോയിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഉത്തരം എന്താ? ഇൻവെസ്റ്റ്മെൻറ്റോ റിട്ടേൺസോ സാമ്പത്തികമാണ് ലക്ഷ്യം എന്ന് നമുക്ക് ആലോചിച്ചുകൂടെ? ആണെന്നെ ഉറപ്പിച്ച് പറയുകയില്ല. അന്വേഷണം ആവശ്യമുള്ള കാര്യമാണ്, ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ള കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇതേ യൂണിവേഴ്സിറ്റിയുടെ പശ്ചാത്തലത്തിലാണ് അവിടെ ഒരു കളർ റെവല്യൂഷൻ എന്നൊരു സാധനം കൊണ്ടുവന്നു വിയറ്റ്നാമിൽ ഇടപെടാൻ വേണ്ടി. ആ കളർ റെവല്യൂഷൻ എന്ന് പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്തോ ആവട്ടെ, അത് ഒരു കാരണമുണ്ട്. അമേരിക്കയുടെ പണ്ട് തൊട്ടേ ഉള്ള ഒരു ദുഃഖമാണ്, തലവേദനയാണ് വിയറ്റ്നാം. വിയറ്റ്നാമിൽ അമേരിക്ക ഉണ്ടായ പരാജയം അമേരിക്കക്കാരൻ എല്ലാ തലമുറയും ഓർക്കുന്നതാണ്. അതുപോലെ ചൈനയ്ക്കും, രണ്ടും കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെങ്കിലും ചൈന വിയറ്റ്നാമിനെ ആക്രമിക്കാൻ പോയത് അറിയാമല്ലോ. വിയറ്റ്നാമിനെ ആക്രമിക്കാൻ പോയിട്ട് നമ്മൾ പണ്ട് പറയത്തില്ലേ, ഓടിയ വഴിയെ പുല്ല് പോലും കിടത്തിട്ടെന്ന് പറഞ്ഞ പോലെ ചൈന അവിടെ നിന്ന് കീഴടങ്ങി തിരിച്ചോടുകയായിരുന്നു. കൊച്ചു രാജ്യമായ വിയറ്റ്നാം ചൈനയെ പരാജയപ്പെടുത്തി ഓടിച്ചു. അപ്പോൾ ചൈനയ്ക്കും അമേരിക്കയ്ക്കും യഥാർത്ഥത്തിൽ അവിടെ വിയറ്റ്നാമിനോട് ചില കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാനുണ്ട്, പകരം വീട്ടാനുണ്ട്. അതൊരു ഘട്ടം. വേറൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് അന്തർദേശീയ തലത്തിൽ യൂറോപ്പിലും അമേരിക്കയിലും പോലും, യൂറോപ്പിൽ പോലും ചൈന മാത്രം ഉള്ള ഒരു വിപണി ശൃംഖലയെ അവരാരും ഇഷ്ടപ്പെടുന്നില്ല. ചൈന +1, ചൈന കൂടാതെ ആരെങ്കിലും ഒരു കൂട്ടരെങ്കിലും വേണമെന്നാണ് പറയുക. ഉൽപ്പാദനമെല്ലാം ചൈനയിൽ കിടക്കട്ടെ, ലോകം മുഴുവൻ വിപണിയാവട്ടെ. അങ്ങനെ ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തെ തടഞ്ഞേ പറ്റുള്ളെന്ന് ലോകത്തിന് ബോധ്യം വന്നിരിക്കുന്നു. ആ സാഹചര്യത്തിൽ അവിടെ ഏത് രാജ്യത്തിലാണ് അടുത്ത സാധ്യത അങ്ങയുടെ അഭിപ്രായത്തിൽ? ഉൽപാദനത്തിൻ്റെ മേഖലയായിട്ട് മാറുന്നതിനുള്ള മറ്റൊരു രാജ്യം ഏതാ? സ്വാഭാവികമായിട്ടും ഭാരതത്തിലാണ് നമ്മളെ സാഹചര്യം കാണുന്നത്. എല്ലാവരും പറയുന്നത് അതാണ്. ആ സാധ്യത ഭാരതത്തിലുള്ള സാധ്യത എന്നാ പറയുന്നത്. ചൈന വിപണിയിൽ നിന്ന്, വിപണി ശൃംഖലയിൽ നിന്ന് മാറും തോറും കടന്നു കയറാനും പുതിയ ഉൽപ്പന്നങ്ങളുമായിട്ട് ആത്മനിർഭര ഭാരതവും വ്യവസായ വികസനവും 5 ട്രില്യൺ എക്കണോമി വികസനവും എല്ലാം മുന്നോട്ട് വെക്കുന്ന ഭാരതത്തിനാണ് ഈ സാധ്യത കിട്ടാൻ പോകുന്നുള്ളത് വ്യക്തമാണ്. ഇനി ഭാരതത്തോട് അതിന് മത്സരിക്കുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ പേരാണ് വിയറ്റ്നാം. അത് ഇന്ത്യയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടാണ് അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിലും ഇലക്ട്രോണിക്സ് മേഖലയിലും പ്രത്യേകിച്ചും ഭാരതത്തോട് മത്സരിക്കാൻ കൽപ്പുള്ള രാജ്യം ചൈന ഒഴിവാകിയേ തീരുള്ളൂ. പടിഞ്ഞാറൻ താല്പര്യങ്ങൾക്ക് ചൈനയ്ക്ക് നഷ്ടപ്പെടുന്ന സാധ്യതകൾ ഭാരതത്തിൻ്റെ മേന്മകളായി മാറാതെ അത് വിയറ്റ്നാമിലോട്ട് പോകാൻ വേണ്ടിയാണ് ഇപ്പം നടക്കുന്ന പരിശ്രമം. വിയറ്റ്നാം ചെറിയ രാജ്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞ വ്യവസായ ഗ്രൂപ്പുകൾക്കും സൊറോസിനുമൊക്കെ അവിടെ പൂർണ്ണമായും നിയന്ത്രിക്കാനും പറ്റും. അപ്പം അവരുടെ ഒരു ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴവിടെ പോകുന്നുള്ളതാണ് എൻ്റെ സംശയം. അല്ലെന്ന് സ്ഥാപിക്കട്ടെ, ഇതല്ലെന്ന് അവർ സ്ഥാപിക്കട്ടെ. ഇതാണ് എൻ്റെ സംശയം. എന്ന് പറഞ്ഞാൽ ലോക വിപണിയിൽ
ചൈന മാറിക്കഴിഞ്ഞാൽ അല്ല ചൈനയോട് മത്സരിച്ച് ഒരിടം കണ്ടെത്താനുള്ള ഭാരതത്തിൻ്റെ സാധ്യതയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഒരു രാജ്യമാണ് വിയറ്റ്നാം. ആ രാജ്യത്തിലേക്ക് ഇദ്ദേഹം പോകുന്നതിനകത്ത് കൃത്യമായ ലക്ഷ്യമുണ്ട്, അത് ഭാരതത്തെ തകർക്കാനാണ്. അല്ലെ, ട്രംപിന്റെ രണ്ടാം വരവോടുകൂടി ചൈന വിപണിയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു തുടങ്ങിയിരിക്കും. ആ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഭാരതം അങ്ങോട്ട് വരാതെ വിയറ്റ്നാം വരണം. അതിന് നടക്കുന്ന സാമ്പത്തിക പരിശ്രമങ്ങളുടെ ഭാഗമായിട്ട് രാഹുൽ പോകുന്നു എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ മറക്കരുതാത്തൊരു കാര്യമുണ്ട്. അത് വേറൊന്നുമല്ല, രാഹുലും സോണിയയും ഉള്ള കുടുംബത്തിന്, റോബർട്ട് വദ്രയുടെ കുടുംബത്തിന് നമ്മളൊക്കെ കണക്കാക്കുന്നതിനപ്പുറം സാമ്പത്തിക അടിത്തറയുണ്ട്. ലോകത്തിൻ്റെ പല മേഖലകളിലായിട്ട് അവർ പാർക്ക് ചെയ്തിരിക്കുന്ന സാമ്പത്തിക അടിത്തറ വളരെ വിപുലമാണ്. അപ്പോൾ രാഷ്ട്രീയ ഭരണത്തിൻ്റെ സാധ്യതകളിൽ നിന്ന് പോയാലും ഇന്ത്യൻ പ്രധാനമന്ത്രി ആയില്ലെങ്കിലും ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ശക്തിയായിട്ട് മാറുന്നതിന് സോണിയ, രാഹുൽ, പ്രിയങ്ക വഡേര കുടുംബത്തിന് സാധ്യത തേടിയാണോ രാഹുലിൻ്റെ പോക്കെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടെ, അത് അവിടെ നിൽക്കട്ടെ, ഒരു കാര്യം പറയാം. ഏതായാലും രാഹുൽ പോകുന്നത് നല്ലതാണ്. വിയറ്റ്നാമിൽ സ്ഥിരമായിട്ട് പോവുകയും വേണം. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു കാര്യം അദ്ദേഹം ചെയ്യണം. വിയറ്റ്നാമിലെ ഏറ്റവും പ്രമുഖനായ നമ്മുടെ ഗാന്ധിജിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് താരതമ്യം ചെയ്യാവുന്ന നേതാവായിരുന്നു ഹോച്ചിമിൻ. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അവിടുത്തെ സ്ഥാപകനും അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭരണാധികാരിയുമായിരുന്നു. ആ ഹോച്ചിമിൻ വിയറ്റ്നാംകാരുടെ ആവേശമാണ്, ആരാധനാമൂർത്തിയാണ്, വിപ്ലവത്തിൻ്റെ പ്രതീകമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകമുണ്ട്. അദ്ദേഹം മരിച്ച ആ മുറിയും സ്റ്റഡി റൂമും എല്ലാം അതുപോലെ ഇൻടാക്റ്റായിട്ട് വെച്ചിരിക്കുക. അവിടെ ഒരു എങ്ങനെ മരിച്ചോ ആ സന്ദർഭത്തിൽ അവിടെ നിലനിർത്തി അവിടെ ഭംഗിയായ ഒരു സ്മാരകമായിട്ട് വെച്ചിരിക്കുക. അത് അവരുടെ ഒരു രാജ്യത്തിൻ്റെ പാരമ്പര്യം, പൈതൃകത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മഹാത്മാഗാന്ധിയെ കണക്കാക്കുന്ന പോലെ. അവിടെ ഹോച്ചിമിൻ മരണത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അലമാരിക്കകത്ത് പോലുമല്ല, ബുക്കുകളിരിക്കുന്ന അലമാരിക്കകത്തല്ല, കണ്ടമാനം വായിക്കും. റഷ്യനും മറ്റ് ഭാഷകളൊക്കെ ജാപ്പനീസൊക്കെ വായിക്കുന്ന ആളായിരുന്നു അദ്ദേഹം, ജർമ്മനിയൊക്കെ. അവിടെ എല്ലാം ഒരു സൈഡ് ടേബിളിൽ വെച്ചിട്ട് കുറേ പുസ്തകങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ, ആ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ വീര വിനായക ദാമോദർ സവർക്കറുടെ പുസ്തകവും ഉണ്ട്. മൈ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ലൈഫ്. വിനായക ദാമോദർ സവർക്കറുടെ ആ വീരത്വം തുളുമ്പുന്ന ആ ധീരദേശാഭിമാനിയുടെ ഓർമ്മ ഭാരതത്തിന് മാത്രമല്ല വിയറ്റ്നാമിലെ ഹോച്ചിമിന് പോലും പ്രചോദനമായിരുന്നു. ആ പുസ്തകം അവിടെ ഇരുന്ന് സാഹചര്യം എന്താണെന്ന്, ഹോച്ചിമിനെ എങ്ങനെയാണ് സവർക്കറുടെ ചരിത്രം പ്രചോദനം ചെയ്തതെന്ന് പഠിക്കാൻ ഈ രാഹുലും ശ്രമിച്ചു കഴിഞ്ഞാൽ രാഹുലിൻ്റെ ജീവിതത്തിൽ പല നല്ല പാഠങ്ങളും പഠിക്കാൻ പറ്റും. രാഹുലിന് ഭാവിയിലെങ്കിലും ഇവിടെ നടന്ന സവർക്കറെ വേണ്ടാതിനും പറയുകയും പറയുന്നവരുടെ കൂട്ടിനിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ ചെല്ലുമ്പോഴെങ്കിലും വ്ളാദിമിർ ലെനിൻ ഇന്ത്യ ഹൗസിൽ പോയി സവർക്കറെ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ EMS AK ഗോപാൽ ഉൾപ്പെടെ ആളുകളും അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടുണ്ട്, CPIയുടെ പല നേതാക്കളും. അവരോടൊന്നും ചോദിക്കണ്ട. ഇനി ചെല്ലുമ്പോഴത്തേക്ക് ആ ഇരിക്കുന്ന പുസ്തകം ഏതാണെന്ന് ചോദിച്ചിട്ട് ആ പുസ്തകത്തിൻ്റെ അത് അവിടേക്ക് തൊടാൻ പറ്റില്ല. ആ പുസ്തകം മേടിച്ചൊന്ന് വായിക്കുക. അങ്ങനെ സവർക്കറെ തിരിച്ചറിയുന്നതിന്, വീരവിനായക ദാമോദർ സവർക്കർ ആരാണെന്ന് തിരിച്ചറിയുന്നതിന് രാഹുൽ ഗാന്ധിക്ക് കഴിയുകയാണെങ്കിൽ വിയറ്റ്നാമിൽ 1-2 തവണ കൂടെ പോക്കോ. അതല്ല ഭാരതത്തെ തകർക്കാനാണെന്നുണ്ടെങ്കിൽ അത് വെറും ധാരണയാണ്. ഇതൊക്കെ ഭാരതം ഭരിക്കുന്ന ഭരണകൂടത്തിനറിയാം. അവരതിന് വേണ്ട മറുമരുന്ന് ചെയ്തോളും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.